നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യമുണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. 2017 ഏപ്രിൽ 9 കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ആ കൂട്ടക്കൊലപാതകം നടന്നത്. ക്ലിഫ് ഹൗസിന് വെളിപ്പാട് അകലെയുള്ള വീട്ടിൽ വെച്ച് സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയത്തിക്കുട്ടിയെയും മറ്റൊരു ബന്ധുവിനെയും കേതൽ ജിൻസൺ രാജ കൊന്ന് കത്തിച്ചു കളഞ്ഞു. പ്രൊഫസർ രാജ തങ്കം, ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ജിൻ പത്മ, മകൾ കരോലിന, ഇവരുടെ ഒരു ബന്ധുവായ ലളിത എന്നിങ്ങനെ 4 അംഗ കുടുംബമാണ് അരുംകൊലയ്ക്ക് അന്ന് ഇരയായത്. കേതൽ കടുത്ത മാനസിക രോഗിയാണെന്നും ആഭിചാരക്രിയയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് കൂട്ടക്കൊല നടത്തിയത് എന്നുമാണ് പോലീസ് കുറ്റപത്രത്തിലുള്ളത്. മാത്രമല്ല, പ്രതി കേതൽ വിചാരണ നേരിടാൻ പ്രാപ്തനല്ല എന്ന വൈദ്യപരിശോധന റിപ്പോർട്ടും പോലീസ് അന്ന് സമർപ്പിച്ചിരുന്നു. കൊലക്കുറ്റം, വീടിനു തീയിടൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ KE ബൈജു സമർപ്പിച്ച കുറ്റപത്രത്തിൽ 92 സാക്ഷികളുണ്ട്. കേസിനനുബന്ധമായി 151 രേഖകളും സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ കൊലപാതകിയുടെ മനോരോഗനില പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചത്. കുറ്റപത്രം ഈ മാസം 22 വായിച്ചു കേൾപ്പിക്കും. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും ജിൻസൺ രാജ കൊലപ്പെടുത്തി ചുട്ടുകരിച്ചിരുന്നു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കടുത്ത മാനസികാരോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച രാജ ഇടയ്ക്കിടെ സഹതടവുകാരെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഏകാന്ത തടവിലേക്ക് മാറ്റിയിരുന്നു. ഊളംപാറയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകിയിട്ടുമുണ്ട്. ഉയർന്ന ജീവിത സാഹചര്യങ്ങളിലുള്ളവരായിരുന്നു കേതലിന്റെ കുടുംബം. അച്ഛൻ രാജ തങ്കം മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്നു. അമ്മ ഡോക്ടർ ജീൻ പത്മ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് VRS എടുത്തതാണ്. ഇതിനുശേഷം സൗദി അറേബ്യയിലും ബ്രൂണയിലും ജോലി ചെയ്തിട്ടുണ്ട്. മകൾ കരോളിൽ ചെന്നൈയിൽ നിന്ന് MBBS പൂർത്തിയാക്കി നാട്ടിലെത്തിയത് സംഭവം നടക്കുന്നതിന് 3 മാസം മുൻപായിരുന്നു. കേണൽ ജിൻസൺ ആസ്ട്രേലിയയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന ആഗ്രഹത്തോടെയാണ് രാജ തങ്കം മകനെ MBBS പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയക്കുന്നത്. എന്നാൽ കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ പഠനമെല്ലാം ഉപേക്ഷിച്ച് കേതൽ മടങ്ങി വന്നു. പിന്നീട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. അവിടെയും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരികെ എത്തി. പിന്നീട് വീട്ടിലെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലായി കേതലിന്റെ ജീവിതം. ആസ്ട്രൽ പ്രൊജക്ഷൻ, ചാത്തൻ സേവ തുടങ്ങിയവയിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കേതൽ വീഡിയോ ഗെയിം നിർമ്മിക്കുകയായിരുന്നു. മുറിയിലെ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ എല്ലാ സമയവും അദ്ദേഹം കുത്തിയിരുന്ന് പുതിയ തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിക്കുക എന്നതാണ് വീട്ടിലുള്ളവരെ ധരിപ്പിച്ചിരുന്നത്. എല്ലാ വീഡിയോ ഗെയിമുകളിലും യുദ്ധവും കൊലപാതകവും ചോരയും നിറഞ്ഞു നിൽക്കുന്നവയായിരുന്നു. താൻ നിർമ്മിച്ചൊരു വീഡിയോ ഗെയിം കാണിക്കാനെന്ന് പറഞ്ഞാണ് താഴത്തെ നിലയിൽ നിന്ന് അമ്മയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുത്തിയ ശേഷം പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം ഓൺലൈനിൽ ഓർഡർ ചെയ്തു വരുത്തിയ മഴു ഉപയോഗിച്ച് വെട്ടിനുറുക്കി ശുചിമുറിയിലേക്ക് മാറ്റി. ഇതിന് പിന്നാലെ താഴേക്ക് വന്ന കേതൽ അച്ഛനും സഹോദരിക്കുമൊപ്പം ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അമ്മ എവിടെയെന്ന് തിരക്കിയപ്പോൾ താൻ നിർമ്മിച്ച ഗെയിം കാണുന്നുവെന്നാണ് കേതൽ ഇവരോട് പറഞ്ഞത്. പിന്നീട് ഇതേ രീതിയിൽ അച്ഛനെയും സഹോദരിയെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. കൊലപാതക വിവരം ബന്ധുവായ ലളിത മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെയും കൊലപ്പെടുത്തി. പിന്നീട് മുകളിലത്തെ നിലയിലെ ശൗചാലയത്തിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയത്. ഇതിനിടെയാണ് വീടിന് തീപിടിച്ചത്. പുക ഉയർന്നു കണ്ട സമീപവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. അപകടം മനസ്സിലാക്കിയ കേതൽ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അന്ന് വീടിന് പുക പിടിക്കുമ്പോൾ കേതൽ സമീപത്തെ വീടിന് മുന്നിലൂടെ ഓടി മറയുന്നത് കണ്ടതിന് ദൃക്സാക്ഷികളുമുണ്ട്. കൊല നടത്തിയ ശേഷം ഇയാൾ ചെന്നൈയിലേക്കാണ് രക്ഷപ്പെട്ടത്. പിന്നീട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി. തുടർന്ന് നടന്ന വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലയ്ക്ക് പിന്നിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ ആണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. എന്നാൽ അച്ഛനോടുള്ള പകയാണ് കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതെന്ന് പോലീസിനോട് കേതൽ തന്നെ പിന്നീട് സമ്മതിച്ചു. സ്കീസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിന് കേതൽ ജിൻസൺ രാജ ചികിത്സയിലായിരുന്നുവെന്ന് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ KJ നെൽസൺ നേരത്തെ കോടതിയിൽ മൊഴി നൽകിയിട്ടുമുണ്ട്. കടുത്ത മാനസിക രോഗമുള്ളതിനാലാണ് കൊലപാതകം നടത്തിയതെന്നാണ് കേതലിന്റെ അഭിഭാഷകർ പറഞ്ഞത്. മാനസിക രോഗം ഉണ്ടായിരുന്നതിനാൽ
കേസിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണമെന്നാണ് കേഡൽ ആവശ്യപ്പെട്ടത്. തുടർന്ന് രോഗവിവരം പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കടുത്ത മാനസിക രോഗത്തിന് അടിമയാണെന്ന് ഡോക്ടർമാരും കൂടി മൊഴി നൽകിയതോടെ വിചാരണ നേരിടാൻ പ്രാപ്തനല്ല എന്ന് വിധിച്ച കോടതി തുടർ ചികിത്സ ഉറപ്പാക്കിയിരുന്നു. ഇപ്പോൾ ജിൻസൺ രാജയ്ക്ക് വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യമുണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.